കാരണം ഒരു കുപ്പി വെള്ളവും പിന്നെ ഇങ്ങനത്തെ ഒരു ഫുഡും ഇതും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തു തരണേന്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യം. ഇതെന്താ ഗിരിമായിക്ക് പറയാനുള്ളത്? റംലാന്റെ സന്ദേശം എന്താണ്? യാത്രക്കാരായ ആളുകൾക്ക് പാലം പൊളിച്ചിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യും. എന്ത് രസമല്ലേ കാണാൻ. ഇനി കുറച്ച് കാലം കഴിഞ്ഞാലൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് ഇനി കിട്ടില്ല. അതായത് ഇങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗി എല്ലാതും തള്ളമാരും ചെയ്യണ ഓരോ പൊന്നാരത്തിന് കിട്ടുന്ന ശിക്ഷയാണ് ഇതൊക്കെ. മാന്യമായിട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് അഭിഹിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആ രണ്ടുപേരെ വെട്ടിക്കൊന്നത് സംഭവത്തിന് ശേഷമാണ് നമ്മൾ എങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ അറിയണത്. അവൾക്ക് അവനും കൂടി ഇത്ര നല്ല ബന്ധമായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. എവിടെ ശരിക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഓരോന്ന് നടക്കുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ഇപ്പോൾ വേണ്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണാൻ, അതായത് നിങ്ങളെ നിരീക്ഷിക്കാൻ 10ൽ 3 പേരുണ്ടാവും. ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ആളുകളിൽ 3 പേര് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കാവും. അത് നിങ്ങൾ പോണതും വരുന്നതും. അപ്പോൾ എത്ര ആൾക്കാർ നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അഭിഹിതത്തിൻ്റെ തുടക്കം ആദ്യം ഭയം, അതിന് ശേഷമാണ് പിന്നെ ഉത്കണ്ഠ ഉണ്ടാവുക. ഉത്കണ്ഠയ്ക്ക് ശേഷം ആശ്ചര്യം വരും. ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അഭിഹിതം ഈ എന്നുള്ള സംഭവത്തിലാണ് ബാക്കിയെല്ലാം വരിക. അപ്പോൾ നമ്മൾ വെറുതെ വെട്ടും കുത്തും കൊണ്ട് ചാവാതെ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ മരിക്കണം എന്നാണ് നമ്മളെല്ലാതും, അതിനാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടുകാരെ വെട്ടും കുത്തും തല്ലും കൊണ്ടിട്ട് ചത്തിട്ട് എന്താ കാര്യം, മോശം എന്നല്ലാതെ. അപ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എത്രയോ നല്ല വഴികളുണ്ട്, എത്രയോ നല്ല ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത്. ഇപ്പോഴും ഓരോ നല്ല ബന്ധങ്ങൾക്കായി കാത്തിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അറിയോ. പക്ഷെ ഈ നല്ല ബന്ധങ്ങളിൽ പോയി പെടുന്ന ആൾക്കാർ കൂടുതലും ചതിക്കപ്പെടുകയാണ്. കാരണം അത് നന്നാവുന്ന കരുതിയിട്ടാണ് ഇവർ നല്ല ബന്ധങ്ങളിൽ പോയി ചാടുക. അത് ശരിക്കും ഒന്നെങ്കിൽ ഏറ്റെടുക്കുന്ന ആള് അവിഹിതമാവും, അല്ലെങ്കിൽ നടത്തിയും കൊണ്ടിരിക്കുന്ന ആള് അവിഹിതമാവും. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കട്ടോ. ഇതൊക്കെ ശരിക്ക് റെസ്റ്റ് ഏരിയയാണ്. ഈ വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടു നിർത്തിയിട്ട് ഇവിടെയൊക്കെ ഇതാണ് നമ്മുടെ അധികാരികളെ കൊണ്ടുള്ള എന്താല്ലേ. ഒക്കെ ഡ്രൈവിങ്ങിൽ എല്ലാ തെമ്മാടിത്തരവും നമ്മുടെ കേരളത്തിലേ നടക്കുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ തലയും കയ്യും കാലും മണി ഉണ്ടാവില്ല. അങ്ങനെയുള്ള നിയമം കൊണ്ടുവരണം ഇവിടെ വടിവാളും കൊണ്ടും നഞ്ചക്കും കുഞ്ചക്കും. ആദ്യം നമ്മുടെ നാട്ടിൽ എസ് മോഡൽ കത്തിയായിരുന്നു. എസ് മോഡൽ കത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഡോക്ടർമാർക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്കാർക്കും കൂടി കണ്ടുപിടിക്കാൻ കഴിയില്ലാത്ത അമ്മാര് കത്തിയെന്ന് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ പുതിയ ജനറേഷൻ ഒന്നും അറിയാണ്ടാവില്ല എന്തായാലും ന്യൂ ആൾക്കാർക്ക് എസ് മോഡൽ കത്തി എന്താണെന്നുള്ളത്. ഇനി അതും കൂടിയും പറഞ്ഞു കൊടുക്കണ്ടുള്ളൂ. എന്നാൽ പിന്നെ അത് ഉപയോഗിച്ചാവുന്നതാണ്. ഒക്കെ ഈ വീട്ടിൽ നിന്ന് തന്തമാരും തള്ളമാരും ചെയ്യണ ഓരോ പൊന്നാരത്തിന് കിട്ടുന്ന ശിക്ഷയാണ് ഇതൊക്കെ. മാന്യമായിട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് മരിക്കുക. എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ. ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ പൊന്നാരാണ് ഇതൊക്കെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നത്. തന്തി തള്ളയ്ക്കും എല്ലിന് അല്ല കയ്യിന് എല്ലില്ല പറയാം. കാരണം
ഇതേമാതിരിയുള്ള മക്കൾ തന്നെയല്ലേ ഇപ്പോഴും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പറക്കുമ്പോൾ ഒരു ശീലാണെങ്കിൽ നമുക്ക് മരിക്കണ വരെ ആ ശീലം തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ ശീലങ്ങൾ മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികൾ വരിക. അത് ഇനി കൂടാന്നല്ലാതെ കമ്മിയാവില്ല. നമ്മളിത് ആരെ കുറ്റമായിട്ടും പറയാതിരുന്നിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട്. ഇത് എവിടെ അറിയോ? നമ്മുടെ നൊട്ടമല സെൻട്രലാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആ മലയുടെ സൗന്ദര്യമൊക്കെ കാഞ്ഞിരപ്പുഴയുടെയും അതേപോലെ ശിരുവാണി ഡാമിൻ്റെ ബാക്കിലുള്ള മലനിരകളൊക്കെ കാണാൻ എന്തൊരു രസമറിയാം. ഇത് ഒരു ക്ലൈമറ്റ് മൂടിയമാരി കൊണ്ടുള്ള ഇത് കൊണ്ട് മാത്രമാണ്. അവിടെ താഴെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് വണ്ടിക്കാർക്ക്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ താഴെ പോയി നോക്കണം. നമുക്ക് എന്നും നല്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തന്നെയല്ലേ കിട്ടുക, നമുക്ക് മോശമായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ സൺസെറ്റ് ഏകദേശം കണ്ടു, അടിപൊളി. താഴെ ഇവിടെ നൊട്ടമലേനെയൊക്കെ അടിപൊളിയാക്കാണ്ട്. ആ കാടും പൊന്തയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കാണാനൊരു ചന്താണ്. ഇത് എന്തോ പോലെ ആർക്കും വേണ്ട, വെറുതെ അല്ല. നമ്മളൊക്കെ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കഷ്ടപ്പെടണം. അല്ലാതെ ആണോ ഒരു കോഴിക്കോട് പാലക്കാട് വണ്ടിയുടെ മുന്നിലും ബാക്കിലുമാണ് KSRTC. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവുക? കാരണം ഗവൺമെൻറ് ആണ് നമുക്ക് എല്ലാം കൊണ്ടും വിലങ്ങ് തടിയായിട്ട് നിൽക്കണത്. ഗവൺമെൻറ് തന്നെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആദ്യം നമ്മൾ എന്താ പറയുക ഒതുക്കി നിർത്തേണ്ടത്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത് ആഭാസം തന്നെയാണിത്. എന്തൊക്കെ പറഞ്ഞും കാര്യമില്ല. അപ്പോൾ ഞാൻ മേലെന്ന് കാണിച്ചു തന്നില്ലേ കുറേ വണ്ടികൾ ബ്ലോക്കായിട്ട് തടുക്കണമെന്ന്. അപ്പോൾ ഇതിവിടെ എന്തോ സംഭവമുണ്ട്, എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഇതെന്താണ്? അപ്പോഴേ എനിക്കൊന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് ഫ്രൂട്ട്സ് ഐറ്റംസും മുഴുവനായിട്ട് ഒന്നും തുറന്നിട്ടില്ല. മുന്തിരിയും വേറെ എന്തൊക്കെ എണ്ണക്കടികളും ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ഭാഗ്യം ചെയ്തവരാണ് ഇപ്പോൾ ഞാനൊക്കെ. കാരണം ഒരു കുപ്പി വെള്ളം പിന്നെ ഇങ്ങനത്തെ ഒരു ഫുഡും ഇതും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തു തരണേന്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യം കേട്ടോ, നല്ല പ്രവർത്തനമാണ് ഇതൊക്കെ. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ മണ്ണാർക്കാടിൽ ഇതേപോലുള്ള ജനങ്ങൾ ഇനിയും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നേരത്തെ വിശപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിലോമീറ്ററുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കാരുണ്യത്തിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നു മാത്രം. അപ്പോൾ ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? നമ്മൾ നന്മകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും, നല്ല കായ്ഫലം കിട്ടും, നല്ല നന്മകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവസരങ്ങൾ നേരത്തെ ആള് നമ്മളെ തേടി കൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിക്കും. ഗിരിബായിക്ക് പറയാനുള്ളത് പൊതുവെ നമ്മള് സഹായത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും ഇപ്പോൾ മുന്നിൽ തന്നെയാണ്. കാരണം നമ്മൾ ഒരാൾ കുടുങ്ങിക്കിടക്കുക, ഇതിൽ പെട്ടുപോയി എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളികളാണ് കൂടുതലും സഹായിക്കാനായിട്ട് വരുന്നത്. 1 രൂപയെങ്കിൽ പോലും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അതായത്
1 രൂപ എങ്കിലും അവർ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണ്ടല്ലോ. കാരണം ഏതോ ഒരാൾ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടന്നപ്പോൾ എത്ര 33 കോടിയോ എത്രയൊക്കെ കോടി നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ അത് 33 കോടി മലയാളികളുണ്ടല്ലോ ഇതിൽ. അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ കേരളത്തിന്. പക്ഷേ എന്താണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പിന്നോട്ടായി കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നല്ല പുളിവാറലെടുത്തിട്ടുണ്ട്, പുളിവാറൽ. അതായത് നിങ്ങൾ ദിലീപ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷേ അടിപൊളി സിനിമയാണത്. അപ്പോൾ പറയുമ്പോൾ വയലേഷൻ സിനിമകളൊന്നും കാണാതെ റൊമാൻറ്റിക് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള മൂഡ് ആയിട്ടുള്ള സിനിമകൾ കാണുക. ടൈറ്റാനിക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് കണ്ടോളി, ഒരു കുഴപ്പമില്ല. ടൈറ്റാനിക് കാണേണ്ട സിനിമ തന്നെയാണ്, ക്ലാസിക് സിനിമയാണ് ടൈറ്റാനിക് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് സിനിമകളുണ്ട് കാണാത്തത്. ഇപ്പോഴത്തെ ജനറേഷനല്ല കേട്ടോ, പഴയ ജനറേഷനോടാണ് ഞാൻ പറയണത്. തലങ്ങും വിലങ്ങും ഉള്ള വണ്ടികൾ വേണം. അപ്പോൾ കൃത്യനിഷ്ഠ ഇല്ലാത്തതിൻ്റെ ഒറ്റ പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഭവിക്കണേ. എല്ലാവർക്കും എന്തായാലും നല്ലത് വരട്ടെ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തൊട്ടിട്ട് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ. കാരണം പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. അപ്പോൾ നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ചതിയല്ലേ ഇത്, വല്ലാത്തൊരു ചതി. എന്തൊക്കെ പറയണു, എന്തൊക്കെ കേൾക്കണു, എന്തൊക്കെ ആയി തീരണു. എന്നാൽ നമ്മൾ ഒന്നൊന്നും അല്ലേനും, ഒക്കെ വെറും അഭിനയമാണ്, നാടകമാണ്. ചില സൗന്ദര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാനേ പറ്റുള്ളൂ. ആസ്വദിച്ച് നമ്മൾ കാണുക.